ഇവനൊരു പാലത്തിൽ നിന്ന് ചാടാനായി നോക്കുകയാണ്. പക്ഷെ ഇത് അവിടെയുള്ള ഒരു ഗാങ്സ്റ്റർ കാണും. അതുകൊണ്ട് തന്നെ ഇവനെ രക്ഷിക്കാനായിട്ട് ഓടി വരികയാണ്. പക്ഷെ അതിനുള്ളിൽ ഇവൻ ചാടിയിട്ടുണ്ടാവും. സഡനായിട്ട് അവിടേക്ക് വരുന്ന ട്രക്ക് ആണെങ്കിൽ ഇവർ രണ്ടാളെ ഇടിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഗാങ്സ്റ്ററും കണ്ണു തുറക്കും ബാക്കി ഷോക്കായി പോവുകയാണ്. കാരണം ഇപ്പൊ അവനുള്ളതാണെങ്കിൽ ആ ചെറുക്കന്റെ ബോഡിയിലായിരിക്കും. എന്നാൽ ഇതൊരു സ്വപ്നമാണെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇവന്റെ സ്വന്തം ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ പാലത്തിൽ നിന്ന് വീണ്ടും ചാടിയാൽ പഴയ സ്ഥിതിയാവും പറഞ്ഞ് ചാടുകയാണ്. പക്ഷെ ഒന്നും മാറിയിട്ടുണ്ടാവില്ല. ഇവന്റെ കാല് മാത്രം ഉള്ളിട്ടാവും. സോ ഈ ഗാങ്സ്റ്റർക്കും വേറെ വഴിയില്ലാതെ ഈ ചെറുക്കന്റെ ലൈഫ് ജീവിക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാണ്. ഈ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ആ ചെറുക്കന്റെ ടാബ് ഓപ്പൺ ചെയ്താൽ അതിൽ അവൻ എഴുതിയ ഡയറി ഉണ്ടാവും. അത് വായിക്കുമ്പോഴായിരിക്കും ഈ ഗാങ്സ്റ്റർക്ക് മനസ്സിലാവും ഈ ചെറുക്കന്റെ സ്കൂളിലുള്ള പിള്ളേരെ അവൻ നല്ലപോലെ ബുള്ളി ചെയ്തിട്ടുണ്ടാവും. ഇവൻ മരിക്കാൻ കാരണം തന്നെ ഇതാണെന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന് വേണ്ടി റിവെഞ്ച് ചെയ്യാനായിട്ട് ഈ ഗാങ്സ്റ്റർ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം മുടിയൊക്കെ വെട്ടി ടോട്ടലായിട്ട് ലുക്ക് ചേഞ്ച് ചെയ്ത് ആ സ്കൂളിലേക്ക് പോകുകയാണ്. ഇവൻ അവിടെയുള്ള പിള്ളേർക്ക് പോലും ഇവന് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അറ്റൻഡൻസ് എടുക്കുന്ന ടൈം ആണെങ്കിൽ ആ സെയിം ചെറുക്കനാണ് ഇവനെന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ബുള്ളി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇവർക്കാണെങ്കിൽ ഇപ്പൊ ഇവന്റെ ബോഡിയിലുള്ളത് ഗാങ്സ്റ്റർ ആണെന്ന കാര്യം അറിയില്ല. അതോടെ നോർമലായിട്ട് ബുള്ളി ചെയ്യാണ്. പക്ഷെ സഡൻ ആയിട്ട് ഇവൻ തിരിച്ച് തല്ലാൻ തുടങ്ങും. ഇവന്റെ ഫൈറ്റ് ചെയ്യേണ്ട ഗാങ് ലീഡർ തന്നെ പേടിക്കുകയാണ്.